നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 397 397. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. അപ്പോൾ 19ഉം 20ഉം ഒപ്പം പോവും. ഈ രണ്ടുപേര് ശ്ലോകമാണ്. അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഭഗവാൻ അഭിവിശ്വാത്മാ പൃഥുനോപഹൃതാർഹണ സമുജ്ജിഹാനയാം ഭക്ത്യാ ഗൃഹീതചരണാംബുജ പ്രസ്ഥാനാഭിമുഖോ അഭി അനമനുഗ്രഹ വിളംബിതം പശ്യൻ പത്മഫലാസാക്ഷോ ന പ്രദസ്തേ സുഹൃൽ സദാം. ലോകസ്വരൂപനും അതായത് വിരാട് സ്വരൂപൻ പൃഥുവിനാൽ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഭക്തിയോടുകൂടെ ഉപഹരിക്കപ്പെട്ട പൂജാസാധനങ്ങളോടും ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പാദപത്മങ്ങളോടും കൂടിയവനും സജ്ജനങ്ങളുടെ സുഹൃത്തുമായ ഭഗവാൻ. പിന്നെ എങ്ങനെ നമ്മൾ അനാഥന്മാരാവുക? അപ്പോൾ സുഹൃത്തുമായ ഭഗവാനും പ്രസ്ഥാനത്തിനായി ഒരുങ്ങിയെങ്കിലും ഇവനെ അനുഗ്രഹിപ്പാൻ വേണ്ടി താമസിക്കുന്നവനും താമരതളം പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയവനും കടാക്ഷിക്കുന്നവനുമായിട്ട് പുറപ്പെട്ടില്ല. അതായത് ഭഗവാൻ അപ്രത്യക്ഷപ്പെട്ടില്ല. കാരണം എന്താ? ഇവനെ അനുഗ്രഹിക്കണം. അതാണ് ഉദ്ദേശം. നോക്കിക്കോളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സകല ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാന്റെ ഈ ഒരു സെൻറ്റൻസ് മനസ്സിലിങ്ങോട്ട് പതിയണം. സകല ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാന്റെ സമീപത്ത് പൃഥുചക്രവർത്തി അർഘ്യപാദാദി പൂജാസാധനങ്ങളെ സമർപ്പിച്ച് പ്രദക്ഷിണം വർദ്ധിച്ചു വരുന്ന ഭക്തിയോടുകൂടെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സജ്ജനങ്ങളുടെ സുഹൃത്തായിരിക്കുന്ന ശ്രീഹരി പോവാനൊരുങ്ങിയെങ്കിലും പൃഥുവിനെ അനുഗ്രഹിപ്പാൻ വേണ്ടി പിന്നെയും അവിടെ താമസിച്ചു. താമരതളം പോലെ മനോഹരങ്ങളായ നേത്രങ്ങളാൽ കടാക്ഷിച്ചിരുന്നതിനാൽ പുറപ്പെട്ടു പോയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി അതിൻ്റെ എന്താ പറയുക, പുറപ്പെട്ടു പോയില്ല. ഇനി അടുത്ത ശ്ലോകമാണ് നമുക്ക് പറയേണ്ടത്. 21-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സ ആദിരാജോ രചിതാഞ്ജലിർഹരിം വിലോകിതും നാശകത അശ്രുലോചന ന കിഞ്ചനോ വാചസ ബാഷ്പവിക്ലബോ ഹി ഹൃദോപഗുഹ്യാം അമും അധാധവസ്ഥിതാം. എന്താ പറഞ്ഞത്? ഹൃദോപഗുഹ്യ, ഹൃദയമാകുന്ന ഗഹുരത്തിൽ വസിക്കുന്നവെന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ചെയ്യപ്പെട്ട അഞ്ജലിയോടുകൂടി, അഞ്ജലി ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈ കൂട്ടിപ്പിടിക്കുക തലയ്ക്ക് മീതെ, ആദിരാജനായ അവൻ നേത്രങ്ങളിൽ ജലത്തോടു കൂടിയവനായിട്ട് ആനന്ദാശ്രുക്കളോടുകൂടി ഹരിയെ നോക്കുവാനായിക്കൊണ്ട് ശക്തനായില്ല. കണ്ണിൽ വെള്ളം നിറഞ്ഞ ഇമേജ് ക്ലിയർ ആവില്ല. അപ്പോൾ ബാഷ്പത്താൽ വ്യാകുലനായിട്ട്, ഈ കണ്ണ് ആനന്ദാശ്രുക്കൾ വരുമ്പോൾ അതിനൊരു ചൂടും അതിൽ നിന്നൊരു നീരാവിയും വന്ന കണ്ണട വെച്ചവർക്ക് തീരെ കാണില്ല, അങ്ങനെ പറയാം. അപ്പോൾ അല്പവും വചിച്ചില്ല, ഒന്നും ശബ്ദിച്ചില്ല, അങ്ങനെയുണ്ട്. ഇഷ്ടം കൂടുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറയാം. മനസ്സിലായില്ലേ? ഹൃദയത്താൽ ഇവനെ ആലിംഗനം ചെയ്തിട്ട്, അതിനാരോടും ചോദിക്കേണ്ട, പെർമിഷൻ വേണ്ട, ആർക്ക് വേണമെങ്കിലും ആരെയും ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്യാൻ പറ്റും. അപ്പോൾ ആലിംഗനം ചെയ്തിട്ട് നിൽക്കുന്നവനായിട്ട് ധരിച്ചു.
ഓക്കെ, ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? തന്നിൽ കരുണയോടുകൂടിയ ഭഗവാൻ പോവാൻ പുറപ്പെട്ടിരിക്കുന്നതിനെ അറിഞ്ഞ ആദിരാജനായ പൃഥു ശിരസിൽ അഞ്ജലിബന്ധം ചെയ്ത് തൊഴുതപ്പോൾ നേത്രങ്ങളിൽ ജലം നിറഞ്ഞതിനാൽ ഭഗവാനെ നോക്കുവാൻ കഴിഞ്ഞില്ല. അതൊരു അണ്ടർസ്റ്റുഡാണ് കാര്യം. ബാഷ്പം നിമിത്തം കണ്ഠത്തിന് തടസ്സം സംഭവിച്ചതിനാൽ ഒന്നും പറവാനും സാധിച്ചില്ല. പിന്നെ എന്തു ചെയ്തു വന്നാൽ അവിടെ തന്നെ നിന്നിട്ട് ഹൃദയത്താൽ ഭഗവാനെ ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഭഗവാൻ മനസ്സിലാക്കും. നമ്മൾ ഭഗവാനെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അതറിയാം. അതിനൊരു ഗ്രേസ് മാർക്കുണ്ട്. സജ്ജനങ്ങളെ വഴിയിൽ കണ്ടാൽ അവരെ നമ്മൾക്ക് മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്യാം. അതിന് ഗ്രേസ് മാർക്കുണ്ട്. വന്ധ്യവയോധികരെ മനസ്സുകൊണ്ട് ആലിംഗനം ചെയ്താൽ ബാലകൾ അവരൊക്കെ അതിന് അർഹരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി 22ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. അധാവം ഋജ്യാശ്രുകലാവിലോകയ അതൃപ്തദൃഗോചരമാഹപൂരുഷം പദാസ്പൃശന്തം ക്ഷിതിം അംസ ഉന്നതേ വിന്യസ്തഹസ്താഗ്രമുരംഗവിദ്യുഷ. ഇതാണ് എന്താ പറയുക ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം എന്താ? പിന്നെ കണ്ണീർ തുള്ളികളെ തുടച്ചിട്ട് നോക്കുന്നവനായിട്ട് എന്താ ഉണ്ടായത്? അതൃപ്തകളായ ദിക്കുകളുടെ മുമ്പിൽ നിൽക്കുന്നവനും, അതൃപ്തകളായ ദൃക്കുകൾ ആത്മാവ് മുമ്പിൽ നിൽക്കുന്നവനും, ഭൂമിയെ കാൽ കൊണ്ട് സ്പർശിച്ചിരിക്കുന്നവനും, സർപ്പശത്രുവിൻ്റെ ഉന്നതമായ അംശത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഹസ്താഗ്രത്തോടു കൂടിയവനായ പുരുഷോത്തമനോട് പറഞ്ഞു. അതായത് ഇവിടെ ഹംസം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ബ്രഹ്മാവ് എന്നർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം. അനന്തരം നേത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന അശ്രുഗണങ്ങളെ തുടച്ച് നോക്കിയിട്ടും മതി വരാതെയിരിക്കുന്ന കണ്ണുകൾക്ക് വിഷയമായും തന്നിലുള്ള കാരുണ്യാതിരേകം നിമിത്തം പാദത്താൽ ഭൂതലത്തെ സ്പർശിച്ചും ഗരുഡൻ്റെ ഉന്നതമായ കണ്ടെത്തി. അപ്പോൾ വിഷ്ണുവാണ്. അപ്പോൾ ഇവിടെ ഹംസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് ഉന്നതമായ അംശത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഹംസല്ല. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാം തെറ്റുപറ്റിയത്. പിന്നെ അപ്പോൾ പറഞ്ഞു അപ്പം ശരിക്കും ദേവന്മാർ ഭൂമിയിൽ കാല് ഊന്നില്ല. പക്ഷേ ഇവിടെ പൃഥുചക്രവർത്തിയെ അനുഗ്രഹിക്കാനായിട്ട് ദിവ്യമംഗള സ്വരൂപമായിരിക്കുന്ന നാരായണൻ തൻ്റെ ശരീരത്തെ ഭൂമിയിൽ ഊന്നിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കയ്യെ ഗരുഡൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ പിന്നെ എന്താണെന്ന് പറയുക, പ്രഭുത്വത്തോട് കൂടിയിട്ടാണേ. അപ്പോൾ കൈതലത്തെ വെച്ചും കൊണ്ട് നിൽക്കുന്ന പുരുഷോത്തമനോട് പറഞ്ഞു എന്നാ. എന്താ പറഞ്ഞത്? പൃഥുരുവാച. 23, 24 2 ശ്ലോകം എനിക്കിവിടെ കാണുന്നുണ്ട്. അത് 4 ലൈനാണ്, ശ്രദ്ധിക്കുക. വരാൻ വിഭോ തദരദേശ്വരാത്ഭുത കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാം അഭിസന്ധിദേഹിനാം താനീശ കൈവല്യപദേ വൃണേനജാം. എന്താ പറഞ്ഞത്? സർവത്തിനും സമർത്ഥനും മോക്ഷത്തിന് അധിപനുമായ ഈശ്വര, ഗുണങ്ങൾ നിമിത്തം വികൃതമായ മനസ്സോട് കൂടിയവർ. ഈ രജോ ഗുണം തമോ ഗുണം വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതാണ് വികൃതമായ മനസ്സോട് കൂടിയവരും നരകതുല്യമായ നീചയോനികളിൽ ജനിച്ചവരുമായ ദേഹികൾക്ക് യാതൊന്നു സുലഭമോ അവയെ വരിക്കുന്നില്ല. അതായത് സാധാരണക്കാരൻ വരിക്കുന്ന വരങ്ങൾ ഞാൻ വരിക്കണില്ല എന്നാണ് പറഞ്ഞത്. പിന്നെയോ വരദന്മാർക്കും ഈശ്വരനായിരിക്കുന്ന നിന്തുരുവടിയിൽ നിന്ന് അറിവുള്ളവർ വരങ്ങളെ എങ്ങനെ വരിക്കുന്നു? അങ്ങക്ക് ഇഷ്ടമുള്ളത് വരം തരാമെന്നല്ലാതെ കണ്ട് എനിക്ക് അങ്ങയിൽ നിന്ന് വരം വേണം എന്ന് ഞാൻ പറയില്ല എന്നാണ് പറഞ്ഞത്. പൃഥു പറഞ്ഞു, എല്ലായ്പ്പോഴും എല്ലാറ്റിനെയും നൽകുന്നതിന് സമർത്ഥനും
പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകുന്ന അധിപതിയുമായ നിന്തുരുവടിയിൽ നിന്ന് പുത്രകളത്ര ധനധാന്യ സമൃദ്ധി രൂപങ്ങളായ ധനധാന്യ സമൃദ്ധി രൂപങ്ങളായ വരങ്ങളെ അറിവുള്ളവർ എങ്ങനെ വരിക്കും? അതാണ് കാശിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതാണ് ധനധാന്യങ്ങളെ, പിന്നെ കളത്ര കുടുംബം വേണം, അല്ലെങ്കിൽ ഭാര്യ വേണം, മക്കൾ വേണമെന്നൊന്നും പറയണ്ട. അങ്ങയിൽ നിന്ന് വരിപ്പാൻ തക്ക യോഗ്യത ആ വിഷയങ്ങൾക്കില്ല. അപ്പോൾ ഈ അറിവുണ്ടെങ്കിലല്ലേ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുള്ളൂ. ഇപ്പം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല. എന്താ, കാറ് വേണം, കോപ്പ് വേണം, 15 കൊല്ലം കഴിഞ്ഞാൽ അത് ഓടിക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ പറയണു, ഇവ അത്യന്തം തുച്ഛങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഗുണകാരങ്ങളായ വിഷയങ്ങളിൽ മനസ്സ് വെച്ചതായ ദോഷം നിമിത്തം ശ്വാക്കൾ, അതായത് നായ്ക്കൾ, പന്നികൾ എന്നിങ്ങനെയുള്ള നീചയോനികളിൽ ജനിച്ചിരിക്കുന്ന നികൃഷ്ടജീവികൾക്കും കൂടെ സുലഭങ്ങളായ വിഷയസുഖസാധനങ്ങൾ അങ്ങനെയിരിക്കെ അവയെ തന്നെ നിന്തിരുവടിയിൽ നിന്ന് അനുഗ്രഹരൂപേണ അപേക്ഷിച്ച് വാങ്ങുന്ന ഒരുവൻ അറിവുള്ളവനായിരിക്കുന്നതെങ്ങനെ? ഹേ ഈശ്വര, ആ വക വിഷയഭോഗങ്ങളെ ഞാൻ വരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി 24-ാമത്തെ ശ്ലോകം. ന കാമയേനാഥതപ്യഹം കുചിൽ നയത്ര ചരണാംബുജാസവ ഭഗവാന്റെ തിരുവാദപത്മങ്ങളാകുന്ന രസാനുഭൂതിയെ. അതെന്താണ്? അംബുജ ആസവ അല്ലേ? ആസവം എന്ന് പറഞ്ഞാൽ സുധ എന്നുള്ള അർത്ഥത്തിലവിടെ. മഹാത്മാന്തർഹൃദയാൻമുഖച്യുതോ വിദൽസ്വകർണായുധമേഷമേ വരാ. അപ്പം എനിക്ക് എന്താ വരം വേണ്ടതെന്ന് ഇവിടെ പറയണ്ടായി. രക്ഷിതാവേ, ഹേ നാഥ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിതാവേ എന്നാണ്. അപ്പോൾ ആ പ്രേമനാഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പ്രേമനാഥനാണ്. പക്ഷേ രക്ഷിതാവാണ് എന്നുള്ള ബോധം ഇല്ലാണ്ട ആൾക്കാർ പെരുമാറുക. കാരണം എന്താ? അതിനർത്ഥം അറിയില്ല. സ്വയം ജോലിയുണ്ട്, സ്വയം ശമ്പളമുണ്ട്, എനിക്കെന്തിനാ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളെന്തിനാ എൻ്റെ രക്ഷിതാവ് ആവുക? ഞാൻ സമ്പാദിക്കണു, ഞാൻ ജീവിക്കണു. അത് അല്പബുദ്ധിയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനെയും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. യാതൊന്നിൽ മഹത്തന്മാരുടെ ഹൃദയാന്തർഭാഗത്തിൽ നിന്ന് മുഖത്തിൽ കൂടി ഒഴുകുന്നതായ, അതായത് പണ്ഡിതവർഗത്തിൻ്റെ മുഖത്തിൽ നിന്ന് ഒഴുകുന്ന അങ്ങയുടെ തിരുവാദപത്മ ആംബുജ സേവ, അത് എനിക്ക് നുകരാൻ 1000 ചെവികൾ വേണമെന്നാണ് പറഞ്ഞത്. ഒഴുകുന്നതായ അങ്ങയുടെ പാതാരവിന്ദ മകരന്തം 10,000 കർണം, അതാണ് 1000 ഞാൻ പറഞ്ഞത്, എനിക്ക് നൽകിയാലും ഇത് എനിക്ക് വരം, ഇതാണ് എനിക്ക് വരായിട്ട് വേണ്ടതെന്നാണ്. അപ്പോൾ ഭഗവാന്റെ തത്വോപദേശങ്ങൾ കേൾക്കാനുള്ള 1000 ചെവി തരണേ എന്ന് പറയണതിന് പകരം നമ്മളെന്താ ചോദിക്കണത്? കുട്ടി വേണം, വീട് വേണം, കാറ് വേണം, പദവി വേണം. ഇതൊക്കെ നശിക്കുന്നതാണ്. ഇതാണ് നമുക്ക് അറിയാണ്ട് പോണത്. ഇനി അതിൻ്റെ എന്താണെന്നാ പറയുക, പിന്നെ ഭാവാർത്ഥം. കൈവല്യപതിയായിരിക്കുന്ന നിന്തുരുവടിയിൽ നിന്ന് കൈവല്യത്തെയും ഞാൻ കാക്ഷിക്കുന്നില്ല, എനിക്കതും വേണ്ട, മോക്ഷവും വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നെയോ, കാരണം കൈവല്യപ്രാപ്തിയിൽ അങ്ങയുടെ പരമഭക്തന്മാരുടെ ഹൃദയാന്തർഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട് മുഖദ്വാരത്തിൽ കൂടെ പുറമേ ഒഴുകി വരുന്ന നിന്തുരുവടിയുടെ പാതാരവിന്ദത്തിലെ മകരന്ധം ആസ്വദിപ്പാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങയുടെ ആ കഥാമൃതത്തെ കേട്ട് ആനന്ദിപ്പാൻ 10,000 കർണങ്ങൾക്കുള്ള ശക്തി, വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, എനിക്കൊരു 10,000 ചെവി വേണമെന്ന് പറഞ്ഞാൽ അത്രയും ശക്തി എൻ്റെ ചെവിക്ക് വേണം, ശ്രോത്രപുടങ്ങൾക്ക് വേണം. ഈ 2 കർണങ്ങൾക്കുണ്ടാവാൻ അനുഗ്രഹിച്ചാൽ മതി. ഇതാണ് സമുചിതവരമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശരിക്ക് ഭഗവാനല്ലേ തോന്നിപ്പിക്കുന്നത്? അതെ. 25, 26, 27 ഇതും 4 ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. സ ഉത്തമ ശ്ലോക
മഹന്മുഖച്യുതോ ഭവത്പദാംഭോജസുധാകണാനില സ്മൃതിം പുനർവിസ്മൃതതത്വവർമ്മനാം കുയോഗിനാം നോവിതരത്യലം വരേ. അന്ധകാരത്തെ നശിപ്പിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവൻ മഹാന്മാരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ട ഭവാന്റെ പാദമാകുന്ന താമരയിലുള്ള അമൃതത്തിൻ്റെ ലേശത്തോട് ചേർന്നിരിക്കുന്ന ആ കാറ്റ് ഭഗവാന്റെ തിരുവാദപത്മമാകുന്ന താമരയാകുന്ന ഭഗവാന്റെ തിരുവാദപത്മത്തിൽ തട്ടി അതിലുള്ള അമൃതാനുഭൂതിയെ കൊണ്ടുവരുന്ന ആ കാറ്റ് എൻ്റെ നാസ്വാരന്തരങ്ങൾ കൂടെ കാരണം എന്താ കാറ്റ് വിസ്മരിച്ചിരിക്കുന്ന തത്വമാർഗത്തോടു കൂടിയ വിസ്മരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മറക്കുകയാണ് ഭഗവാന്റെ വീരോചിതമായ കാര്യങ്ങൾ. അപ്പോൾ തത്വമാർഗത്തോടു കൂടിയ കുൽസിത വിഷയത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ രണ്ടാമതും സ്മൃതിയെ തരുന്നു, വരങ്ങൾ കൊണ്ട് മതി, അത് മതി എന്നാ. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ആത്മസ്വരൂപാനന്ദത്തെ മറച്ചിരിക്കുന്ന മൂടുപടമായ അജ്ഞാനം നീക്കിക്കളയുവാൻ ശക്തിയുള്ള മനോഹര യശസ്സോടുകൂടിയ ഭഗവൻ വിഷയാസക്തി നിമിത്തം തത്വമാർഗത്തെ മറന്നിരിക്കുന്ന കുൽസിതന്മാരായ ഞങ്ങൾക്ക് രണ്ടാമതും ആ തത്വസ്മൃതിയെ ജനിപ്പിക്കുവാൻ നിന്തിരുവടിയുടെ പരമപ്രേമത്തിന് പാത്രീഭൂതന്മാരായ ഭക്തോത്തമന്മാരുടെ മുഖത്തിൽ നിന്നൊഴുകി വരുന്ന അങ്ങയുടെ പാതാരവിന്ദാമൃതത്തിൻ്റെ ലേശം മതി ചേർന്ന് വീശുന്ന കാറ്റിനു കൂടി ശക്തിയുള്ളതിനാൽ ആ കഥാമൃതാസ്വാദന ശ്രദ്ധയെ തന്നെ ആസ്വാദന ശ്രദ്ധയെ തന്നെ എനിക്ക് നൽകണം. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് ഇത് സന്താനഗോപാലം കഥയാണ്, കുട്ടികളില്ലാത്തവർക്ക് പറവയ്ക്കാം, അങ്ങനെയല്ല പറയാം. രുക്മിണി സ്വയംവരം, അപ്പോൾ കല്യാണം കഴിയാത്തവർക്ക് അതൊക്കെ തെറ്റ്. ഇവിടെ അതല്ല പ്രതിപാദ്യ വിഷയം. പ്രശ്നമുണ്ടോ? അപ്പോൾ അന്യവരങ്ങൾ കൊണ്ട് ഫലമില്ല. കഥാശ്രവണം പരമകൈവല്യത്തെയും സാധിപ്പിക്കുന്നതാകയാൽ അതിന് സാധിച്ചാൽ എല്ലാം സാധിക്കുമെന്ന് കാര്യം. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി 26 യശശിവം ശുശ്രവ ആര്യസംഗമേ യദൃച്ഛയാ ച ഉപശൃണോതിതേ സകൃത് കഥം ശൃണോജ്ഞോ വിരമേത് വിനാ പശും ശ്രീര്യൽ പ്രവപുരേ ഗുണസംഗ്രഹേശ്ചയാ. ശോഭനകീർത്തിയോടുകൂടിയ ദേവ, ആര്യന്മാരോട് ചേർച്ച സിദ്ധിക്കുമ്പോൾ, ആര്യാവർത്തം ഭാരതദേശം അല്ലേ, ആര്യന്മാരോട് ചേർച്ച സിദ്ധിക്കുമ്പോൾ ആനന്ദകരമായ അങ്ങയുടെ യശസ്സിനെ ഒരു പ്രാവശ്യം ഏതോ സംഗതിവശാൽ കേൾക്കുന്നുവെങ്കിൽ പശുപ്രായനല്ലാതെ ഇരിക്കുന്ന ഗുണഗ്രാഹി എങ്ങനെ വിരമിക്കും? അതായത് ഭഗവാന്റെ കഥ കേൾക്കണ്ടെന്ന് എങ്ങനെ പറഞ്ഞത്. ലക്ഷ്മി ദേവി ഗുണങ്ങളെ സംഗ്രഹിപ്പാനുള്ള ഇച്ഛ നിമിത്തം യാതൊന്നിനെ ശ്രദ്ധാപൂർവം അംഗീകരിച്ചു. മഹാലക്ഷ്മി ഭഗവത് കഥകളെ കേൾക്കാൻ താല്പര്യമാണ്. നമുക്കോ മഹാലക്ഷ്മി ധനം മതി, സമ്പത്ത് മതി എന്ന് മാത്രം നമ്മളും പറയണം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥ പറയുന്നത്, സർവപുരുഷാർത്ഥങ്ങളെയും നിഷ്പ്രയാസം സാധിപ്പിക്കുന്നതിന് സമർത്ഥമായ യശസ്സോടുകൂടിയ ഭഗവൻ അങ്ങയുടെ ഭക്തന്മാരായ ആര്യന്മാരുടെ സംസർഗം നിമിത്തം ആനന്ദകരമായ അങ്ങയുടെ യശസ്സിനെ എതിർച്ചയാ ഒരിക്കൽ കേൾപ്പാൻ സംഗതി വന്നാൽ പശുതുല്യനായ മനുഷ്യനല്ല, ഗുണഗ്രാഹിയാണെന്ന് വരികിൽ ആ കഥ കേട്ടത് മതിയെന്ന് അവൻ വിചാരിക്കുകയില്ല. ഞാൻ അത്ര കേട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഒരു അപ്പാവി, അവനൊരു പാവിയാണ് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ.
അപ്പോൾ പറഞ്ഞു, അവൻ വിചാരിക്കുന്നത് സർവഗുണങ്ങളെയും തന്നിൽ സംഗ്രഹിപ്പാനുള്ള ഇച്ഛ നിമിത്തം സാക്ഷാൽ മഹാലക്ഷ്മി അങ്ങയുടെ കീർത്തിയെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ കഥാശ്രവണം നിമിത്തം സാധിക്കാത്തതായ പുരുഷാർത്ഥമൊന്നുമില്ല. അനുഷ്ഠാനകാലത്തിൽ ഭജനാനന്ദവുമായി. അപ്പോൾ നമ്മൾ ഈ ഗൂഡ്സ് ഡെലിവറി ഇതില്ല വിചാരിക്കുക. ഈ പരമോന്നതമായ മോക്ഷത്തിന് ഭഗവത് കഥകൾ കേട്ടാൽ മതി എന്നുള്ളത് ഉള്ളിൽ വെച്ചുകൊണ്ട് കഥകളും ഭഗവാൻ ഉവാച, ഭഗവാനാൽ പറഞ്ഞതും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചില്ലെങ്കിലത്തെ വിഷമം, വൈഷമ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി 27ാമത്തെ ശ്ലോകം. അധ 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 അഭജേ, ഭജിക്കാത്തവരെ. ത്വ അഖില പുരുഷോത്തമം ഗുണാലയം പത്മകരേവലാലസ അപ്യാവയോരേകപതി സ്പൃധോ കലിർനസ്യാൽ കൃതത്വചരണേകതാനയോ. അതുകൊണ്ട് ഗുണങ്ങളുടെ നിവാസസ്ഥാനമായും എല്ലാ പുരുഷന്മാരിൽ വെച്ചും ഉത്തമനുമായ അങ്ങയെ ലക്ഷ്മി എന്ന പോലെ ഉത്സുകനായിട്ട്, ലാലസ ഉത്സുകനായിട്ട് ഏറ്റവും ഭജിക്കുന്ന അങ്ങയുടെ ചരണങ്ങളിൽ വയ്ക്കപ്പെട്ട ഏകമായിരിക്കുന്ന മനോവിസ്താരത്തോടു കൂടി വരും. മനോവിസ്താരം ഭഗവാന്റെ പാതാരപത്മത്തിൽ വയ്ക്കണം. ഏകനായ സ്വാമിയെ നിമിത്തമാക്കിയിട്ട് സ്പർദ്ധിക്കുന്നവരുമായ ഞങ്ങൾ രണ്ടുപേർക്കും കലഹം ഭവിക്കരുത്. ഇവിടെ അതിനേറെ 2 കാര്യങ്ങളുണ്ട്. ഈ ഞങ്ങൾ രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് എന്നുള്ള നിലയ്ക്കും ആവാം, അല്ലെങ്കിൽ അവിടെ എന്താണെന്നാ പറയുക, ഇന്ദ്രനും പൃഥ്വിരാജ മഹാരാജനും, അതാണ് ശരി, അതാണ് ഇവിടെ പറയണത്. അപ്പോൾ തനിക്ക് ദോഷം ചെയ്ത ആൾക്ക് നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിക്കണവനാണ് ഏറ്റവും കേമൻ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും പെട്ടു അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ദ്രനും രാജാവിനെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഭാവാർത്ഥം, സകല പുരുഷാർത്ഥ പ്രാപ്തിക്കും പ്രബലമായ കാരണം അങ്ങയുടെ ഭജനമാകയാൽ ഈശ്വരഭജനം ചെയ്തവർക്ക് അത് സാധിക്കുള്ളൂ. സർവകല്യാണ ഗുണാലയനും ആരെ? ഭഗവാൻ. സർവകല്യാണ ഗുണാലയനും സർവപുരുഷന്മാരിൽ വെച്ചും ഉത്തമനുമായ നിന്തിരുവടിയെ ശ്രീദേവി എന്ന പോലെ അത്യുത്സുകനായിട്ട് ഞാൻ സർവാത്മനാം ഭജിക്കുന്നേ. നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ അവിഛിന്നമായ, അതായത് താല്പര്യക്കുറവുണ്ടാവാത്തത് എന്നർത്ഥം, അവിഛിന്നമായ മനോഭാവത്തോടു കൂടിയവരും ഏകനായ സ്വാമിയെ നിന്തിരുവടിയെ നിമിത്തീകരിച്ചിട്ട് സേവിക്കുക നിമിത്തം അന്യോന്യം സ്പർദ്ധിക്കുന്നവരുമായ ശ്രീദേവിക്കും എനിക്കും തമ്മിൽ കലഹം കൂടാതെ ഇരുപ്പാനും, അതായത് എൻ്റെ ഐശ്വര്യത്തിന് എന്നർത്ഥം. പറഞ്ഞോ, നിന്തിരുവടി അനുഗ്രഹിക്കണം. 100 അശ്വമേധയാഗം നിമിത്തം ഇന്ദ്രനും രാജാവിനും തമ്മിലുണ്ടായ കലഹത്തെ ഓർത്തിട്ടാണ് ഈ പ്രാർത്ഥന ചെയ്തതെന്ന് ധരിക്കാം. ശ്രീദേവി കടാക്ഷം എന്നിലുണ്ടാവാനും അനുഗ്രഹിക്കണം എന്ന് സൂചിപ്പിച്ചു. ഓക്കെ, 28 ഒക്കെ 4 ശ്ലോകങ്ങളാണ്. ജഗജ്ജനന്യാം ജഗദീശ വൈശസം സ്യാദേവയത് കർമ്മണി ന സമീഹിതം കരോതി ഫൽഗ്വപ്യുരുദീനവത്സല സ്വയേവദിഷ്ണ്യോ അഭിരതസ്യ കിം തയാം. യാതൊരു വിധമായ വ്യാപാരത്തിൽ, അതായത് എന്തു തന്നെയാണെങ്കിലും ഞങ്ങളുടെ ഇച്ഛ ഇരിക്കുന്നുവോ ഹേ ലോകേശ്വര, അത് ജഗദംബയിൽ വിരോധജനകമായിട്ട് ഭവിക്കും നിശ്ചയം. ദീനന്മാരിൽ വാത്സല്യമുള്ള ഭവാൻ, ഭഗവാൻ ആരാ? ദീനവത്സല. ദീനന്മാരിൽ വാത്സല്യമുള്ള ഭവാൻ നിസ്സാരത്തെയും മഹത്തായിട്ട് വിചാരിക്കുന്നു. നിസ്സാരത്തെ നമ്മൾ നിസ്സാരമായിട്ട് കൊടുക്കുന്നത് കൂടി ഭഗവാൻ മഹത്തരായിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞത്. ആത്മാർത്ഥത ഉണ്ടാവണമെന്ന് മാത്രം. സദാ രമിക്കുന്ന അങ്ങയ്ക്ക് അവളെ കൊണ്ട് എന്ത് ഫലം? മഹാലക്ഷ്മീനെ കൊണ്ട് അങ്ങയ്ക്ക് എന്താ കാര്യം? ഇനി അതിൻ്റെ പാപാർത്ഥം കുറച്ച് ഗഹനായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക.
ശ്രീ ഭഗവതിയായ ജഗദംബ യാതൊരു നിന്തിരുവടിയെ സർവദാ സേവിക്കുന്നുവോ ആ നിന്തിരുവടിയെ തന്നെ നിരന്തരം സേവിപ്പാൻ ആഗ്രഹിക്കുന്ന എന്നിലും എന്നെപ്പോലെയുള്ളവരിലും അത് അതിലേറെ വിശേഷണമായി എന്നെപ്പോലെ നിഷ്കളങ്കന്മാരായിട്ടുള്ളവരെ അങ്ങ് അനുഗ്രഹിക്കണം. അതിനാണ് മഹത്തരമായ വിചാരശീലം എന്നൊക്കെ പറയും. മഹാത്മാക്കൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലെയുള്ളവരിലും ജഗദീശ്വരിക്ക് വിരോധം ജനിക്കും നിശ്ചയം. അതുകൂടാതെ കഴിപ്പാൻ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളിൽ ഉണ്ടായി വരും. അതായത് മഹാലക്ഷ്മി വിചാരിക്കുന്നത് അങ്ങ് മഹാലക്ഷ്മിയുടെ ആണല്ലോ, അതുകൊണ്ട് 1000 കാത് കൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കേൾക്കുന്ന ഞങ്ങളോട് മഹാലക്ഷ്മിക്കും വൈരം തോന്നരുത്, അങ്ങയ്ക്ക് മഹാലക്ഷ്മിയോട് വൈരാഗ്യം തോന്നും. ഞങ്ങൾക്ക് ദേവി പ്രസാദം ഉണ്ടാവത്തക്കത്ത വിധത്തിൽ അങ്ങ് അനുഗ്രഹിക്കുമാണെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത്ര ഭയമുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ എന്ന് ചോദിക്കുന്ന പക്ഷം അത് ഞങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാർ ചെയ്യുന്ന അല്പമായ സേവയെ മഹത്തായിട്ട് കരുതി അവരെ സർവസങ്കടങ്ങളിൽ നിന്നും സമുദ്ധരിക്കുന്ന ദീനവത്സലനായ അങ്ങയെ ഭജിക്കാതിരിക്കുന്ന പക്ഷം ഞങ്ങൾക്ക് സംസാര സങ്കടം എങ്ങനെ തീരും? ഭഗവാനെ ഭജിക്കാതെ കണ്ട സംസാരത്തിൽ ഉന്നമനങ്ങൾ ആർക്കും കിട്ടില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറയണു തീരുകയില്ല. അതിനാൽ അങ്ങയെ ഭജിക്കുക തന്നെ ചെയ്യും. എന്നാൽ അങ്ങയുടെ ഭാര്യയോട് മത്സരിക്കുന്ന ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കുമോ എന്ന ശങ്ക പോലും ഞങ്ങൾക്കില്ലതാണ്. കാരണം അങ്ങ് മഹാലക്ഷ്മിയെ ഉപേക്ഷിച്ചാലും അങ്ങയുടെ ഭക്തന്മാരെ ഉപേക്ഷിക്കില്ല. അത് ബോധ്യമാണെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ആത്മാനന്ദത്തിൽ നിരന്തരം രമിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് ശ്രീദേവിയെ കൊണ്ട് എന്ത് വിശേഷ പ്രയോജനം? ഒന്നുമില്ല. ഭാര്യയിൽ ആനന്ദിക്കുന്ന പ്രാകൃത പുരുഷനല്ലല്ലോ നിന്തിരുവടി. ഇതാണ് സത്യസന്ധമായിട്ടുള്ളൊരവസ്ഥ. അതിനാൽ ദീനബന്ധുവായും ലോകനാഥനായും ആത്മാരാമനുമായിരിക്കുന്ന അങ്ങയുടെ ഭജനത്തെ ഞങ്ങൾ ഒരിക്കലും വിടുന്നവരല്ല. ഭക്തന്മാർ ശ്രീദേവിയുടെ അനുഗ്രഹത്തിൽ നിന്ന് സിദ്ധിക്കാവുന്ന ലൗകിക വിഷയങ്ങളെ അല്ല, ഭഗവത് പാദാരവിന്ദ ഭക്തിയാണ് അത്യന്തം ആദരിക്കുന്നത് എന്ന് സാരം. എത്ര മഹത്തരാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് പിന്നെ 403 സമ്പത്തിനേക്കാൾ വലുതാണ് ഭക്തി. 403 സമ്പത്തിനേക്കാൾ വലുത് ഭക്തി. ഇനി 29 ഭജന്ധ്യത ത്വാം അത ഏവ സാധവോ വ്യുത്സ്ഥമായ ഗുണവിഭ്രമോദയം ഭവൽപദാനുസ്മരണാദൃതേ സദാം നിമിത്തമന്യൽ ഭഗവന്ന വിദ്മഹേ. ആ കാരണത്താൽ തന്നെ സാധുക്കൾ, അതായത് സാത്വിക ഗുണനിധികൾ, അതിൽ പിന്നെയും ഏറ്റവും ദൂരീകരിക്കപ്പെട്ട മായാഗുണവിഭ്രമങ്ങളുടെ ഉദയത്തോടു കൂടിയ അങ്ങയെ ഭജിക്കുന്നു. ഹേ ഐശ്വര്യസ്വരൂപ, സത്തുക്കൾക്ക് അങ്ങയുടെ പാദത്തെ നിരന്തരം സ്മരിക്കുന്നതിനെ ഒഴിച്ച് മറ്റൊരു കാരണം ഞങ്ങൾ അറിയുന്നില്ല. സദാസേവ്യ സദാസേവ്യ. അതിൻ്റെ ഭാവാർത്ഥം, ഹേ ഭഗവൻ, നിന്തിരുവടി പരമാനന്ദ സ്വരൂപനും ആത്മാരാമനും ആയതുകൊണ്ട് തന്നെയാണ് ജ്ഞാനവൈരാഗ്യാദി സമ്പത്തിക്കു ശേഷവും വിവേകികൾ നിന്തിരുവടിയെ ഭജിക്കുന്നത്. വിവേകികൾ ഭഗവാനെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മസ്വരൂപത്തെ അറിഞ്ഞിരിക്കുന്നവർ ഭജനമാർഗത്തിൽ ഏർപ്പെടുന്നതിനാൽ അവർ വിഷയത്തിൽ
ആഗ്രഹം നിമിത്തം ഭഗവാനെ സേവിക്കുന്നുവെന്ന് ശങ്കിക്കുന്ന പക്ഷം അത് ശുദ്ധ അബദ്ധമാകുന്നു. ആത്മാവായി തന്നെ ഇരിക്കുന്ന നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ നിരന്തരം സ്മരിക്കുക എന്ന ഒരാവശ്യമല്ലാതെ മറ്റൊരാഗ്രഹവും അവർക്കില്ല. ഈ ആയുസ്സുള്ള കാലം ഭഗവാൻ സ്മരണ എന്നല്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല. നിന്തിരുവടിയെ അറിവാൻ ഉപകരിച്ച മനുഷ്യജന്മത്തെയും, മനുഷ്യജന്മത്തിന് മാത്രമേ ഭഗവാനെ വിവേകത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, വിവേകത്തെയും നൽകിയ അങ്ങയെ ഭജിക്കാത്തവരല്ലയോ കൃതജ്ഞന്മാർ. അതായത് മനുഷ്യജന്മം കിട്ടിയിട്ട് പിന്നെ ഭഗവാനെ ഉപാസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തുണ്ടാവാനുള്ള കാര്യമെന്നാണ് പറഞ്ഞത്. 404 ഉണ്ട് അതിൽ. അപ്പോൾ അവരാരാ? കൃതജ്ഞന്മാരാവും. സാധുക്കളാകട്ടെ തങ്ങളാൽ ചെയ്യപ്പെട്ടിരിക്കുന്ന പരമോപകാരത്തെ സ്മരിച്ചുകൊണ്ട് മരണം വരെ അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിന്തിരുവടി പരമാനന്ദ സ്വരൂപനും ഭക്തബന്ധുവുമാണെന്ന് സ്പഷ്ടമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഭഗവാൻ ബന്ധുവായിരിക്കുന്നിടത്തോളം കാലം വേറെ എന്തിനാ ബന്ധുക്കൾ? അത്രയും സിൻസിയറാണ് ഭഗവാനെ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെയിരിക്കുന്ന വിഷ്ണുവിൻ്റെ, ശ്രീമൻ നാരായണൻ്റെ അനുഗ്രഹാശിസ്സുകൾ എല്ലാ ഭക്തന്മാർക്കും പരമമായ അളവിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.